പീസ് ബുക്ക്. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ. ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും VPN ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനം. ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പൊ കോമഡിയാണ്. ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിയിരുന്ന സാഹിത്യം, സെക്സ് ലിറ്ററേച്ചർ, അതാണ് ആ ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം. ആ നീ കാരണം ഇവിടെ ഒരൊറ്റ 10 പോലും ബാക്കി വരുന്നില്ല. നന്ദി ഉണ്ടറാ, ഇതങ്ങോട്ട് വെക്ക്. ആ സുധീഷേ, നീ എന്താടാ വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഏട്ടാ. അപ്പൊ അവന്മാർക്കൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ? ഇവന്മാരൊക്കെ പഠിപ്പിസ്റ്റുകളല്ലേ. പിന്നെ ഏടാ പിള്ളേരെ, ഉള്ള കാര്യം പറയാലോ, ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് 4 കാശ് ഉണ്ടാക്കാൻ നോക്ക്. ഇപ്പം എന്നെ തന്നെ നോക്ക്, ഞാൻ 10ാം ക്ലാസ് തോറ്റ്. അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത്. ഇത് കണ്ടോ, 3310. ഇന്ന് നാട്ടിൽ മൊബൈൽ ഫോണുള്ള 3ാമത്തെ ആളാണ് ഞാൻ. എടാ നിങ്ങളെ ഹെഡ്മാഷൊക്കെ ഉണ്ടടാ മൊബൈൽ ഫോണ്. അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. അതെ, റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ. അത് ടൗണിലേ ഉള്ളൂ. ഒന്ന് കട നോക്കിക്കോളണേടാ. ഒരുവൻ മുതലാളി. എന്തായി, കിട്ടിയോ? 20 രൂപയിൽ 5 പൈസ കുറച്ച് തരൂല അയാൾ. പിന്നെ അയാളുടെ ഒടുക്കത്തെ കുറെ നിയമങ്ങൾ. കാളി പിടിക്കായിരുന്നില്ലേ? ആ നെക്സലിന്റെ ഹിസ്റ്ററിയൊക്കെ നിനക്ക് അറിയാമല്ലോ. ഞാൻ പേടിച്ച് മിണ്ടിയില്ലെന്നേ ഉള്ളൂ. മാത്രമല്ല കുറെ പൊറട്ട കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചോദിക്കണ പൈസക്കാണ് അവന്മാർ എടുത്തോണ്ട് പോകണം. എടാ മുത്തേ, നീയും കൂടെ ഒരു 5 രൂപ ഇട്ടാ 15 രൂപയാണ്. ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. പിന്നെ എനിക്ക് വട്ടല്ലേ, ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഉണ്ടാക്കളയാൻ. മോനെ ആ ഒരു പാക്കറ്റ് അച്ചപ്പം. അരുണേ, എത്രയും മോനെ? 20 രൂപ. ഇതാ നിങ്ങളുടെ പത്തിങ്ങതാ. 20-ന് പകരം നമുക്ക് 200 ഉണ്ടാക്കാം. ബിസിനസ്. എത്ര കാശ് ലോൺ എടുത്തിട്ടാ നിന്റെ അച്ഛൻ ദുബായിക്ക് പോയെന്ന് നിനക്കറിയോ? അങ്ങേര് അയച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദയ്ക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ടം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാ അവൻ്റെ ഒരു വായനശാല. മിണ്ടാതിരുന്നോണം അവിടെ. നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്ക. 10ാം ക്ലാസ്സിലാന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ വിശ്വസാഹിത്യത്തിലെ നോവലൊക്കെ വായിക്കണം. എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പറ. അല്ല പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക്? വഴക്കൊന്നുമില്ല ചേച്ചി. ഇവനിപ്പോ വായനശാല മെമ്പർ ആവാൻ 30 രൂപ കൊടുക്കണമെന്ന് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട്. പഠിക്കണ പുസ്തകം അവൻ മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല. അപ്പോഴാ ഒരു നോവല്. എന്താണ് അപ്പോ പെട്ടെന്നൊരു വായനാശീലമൊക്കെ? അത് പിന്നെ ചേച്ചി, വായനാതിന്റെ മുമ്പേ 5 ബുക്കെങ്കിലും വായിക്കണം എന്നാ മാഷ് പറഞ്ഞു. അതാ. ഓ പിന്നെ മര്യാദയ്ക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ. അപ്പോഴാ 5 ബുക്ക്. നിനക്ക് ലൈബ്രറിന്ന് പുസ്തകം എടുത്താ പോരെ? ആ മതി. എന്നാ വല്ലതും കഴിച്ച് വീട്ടിലേക്ക് വാ. സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചുതരാം. അവക്കാടെ മെമ്പർഷിപ്പ് ഉണ്ട്. നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്ക് കൊടുത്താൽ മതി, അവളെടുത്ത് തരും. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി. അവള് BA ക്കല്ലേ പഠിക്കുന്നത്. അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നെ ടാർസം കഥകളല്ലേ BA മലയാളത്തിന്. നീ വന്നാട്ടാ. ഞാൻ വന്ന കാര്യം മറന്നുപോയി രമേ. എന്താ ചേച്ചി? കുറച്ച് കൊടമ്പുളി ഉണ്ടാവും എടുക്കാൻ. തരാ. വേണ്ട വേണ്ട, വീട്ടിൽ പ്രശ്ന കുഴപ്പമില്ലെന്നേ. വായിക്കാൻ കൊടുത്തത് ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ കുഴപ്പമൊക്കെ. ചേട്ടാ ചേട്ടാ ഉണ്ടോ? ഇല്ലടാ, ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയട്ടെ. അതല്ല ചേട്ടാ, ഈ മറ്റേ പീസ് ബുക്കേ നിനക്ക് ഈ കിടക്കുന്ന മുത്തും ചിപ്പിയും പവിഴവും മന്ദാരവും ഒന്നും പോരെ? അല്ല വെറൈറ്റി എന്തെങ്കിലും. നിന്റെ ഭാഗ്യം വന്നിട്ടുണ്ട്.
എടാ അതൊന്നും ഇങ്ങനെ എടുത്ത് വെളി വെക്കാൻ നോക്കില്ല, അറിയാവോ? നോക്കട്ടെ. പാറ്റ് ഹൗസ്. പാനില്ലാത്തതിൻ്റെ ഗുണക്കാരാരാണോ? എന്നാ ഉണ്ട്. കുളിര് കേട്ടോ. ദൈവത്തെ വിളിച്ച് തുറക്കടാ. നീ നമ്മുടെ തൈലം മൊയ്തുവിൻ്റെ മോനല്ലേ? എൻ്റെ ബാപ്പയെ ഞാൻ അറിയൂ, അത്രേ ഉള്ളു. ഞാൻ പറയത്തൊന്നുമില്ലടാ, നീ കഷ്ടമറല്ലേ. സംശയമാണ്. എടാ 76-ൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലുന്ന പോലെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെയുള്ളവരുടെ പേര് പറയാത്തവനാ ഈ നച്ചല്ലപ്പൻ. അറിയാം നിനക്ക്? ഇല്ല. അതാരാ? ഞാനാടാ. പിന്നെ ആണെന്ന് സത്യം. വിശ്വസിക്കാൻ തോന്നുന്നു. അപ്പൊ ശരി, പിന്നെ കാണാം. ഇത് ചക്കാത്തല്ല, കാശും കൊണ്ട് തരണം. അയ്യോ, 20 രൂപ 2 ദിവസത്തേക്കിന് വാടക. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും. പിന്നെ ബുക്ക് കളഞ്ഞു പോയി 600 രൂപ. മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം. വന്ന് വീടി വെച്ച് കൊല്ലിഞ്ഞ. ആ കാശ് ചേട്ടാ. ഇതെന്നാ കുടുക്ക പൊട്ടിച്ചാണോ? അല്ല ഏട്ടാ, പിരിവയസേ. അപ്പൊ കമ്മറ്റിക്കാർ കൂടുതലല്ലേ? ഓഹോ, അങ്ങനെയൊന്നുമില്ല. ആയിക്കോട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ആണോ കമലിന്റെ ഒരു ഇത്? കുരുമുളക് എടുക്കുമോ? അല്ല, അത് പിടിക്കാൻ പോരാ. അല്ല, ഒന്ന് ധൃതിക്കാരനെ പിടിച്ചോണ്ട് വരട്ടെ. അവന് വീട് വരെ ചെല്ലാനുള്ള ക്ഷമയില്ല. കേട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാടാ? എന്താടാ? ഒരു ദിവസം ഈ സ്കൂൾ അങ്ങ് കത്തിക്കണം. കൂടെ 2 മാഷന്മാര്. ചേച്ചി മഞ്ചോ എടി, ഈ ലത ടീച്ചറും സനൽ സാർ തമ്മിൽ ലൈനാണ്. നിനക്ക് എങ്ങനെ തോന്നിയല്ലേ? തമ്മിൽ എന്തോ ഒരു ഞാൻ കുറെ നാളായി ചോദിക്കണം വിചാരിച്ചു. എന്തായി, പൈസ കിട്ടിയാ? കിട്ടി, നല്ല ആട്ട്. ഓ, നെക്സ്റ്റ് പാട്ട് അടുത്ത വീട്ടിലെ സ്മിതയെ ചെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരെ, എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത്? അത് വേണ്ട, ക്ലാസ്സിൽ ബുക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനാന്ന് കാണിക്കണം. അവളുടെ ആദ്യത്തിനും രാധയും മറ്റേ ചിലരും. നരസിംഹത്തിന്റെ റിലീസ് പോലെ ഉണ്ടല്ലോടാ. കൂടെ നിന്നാ മതി, ഓടികളെ നമുക്ക് കൊയ്യാം. ശനിയാഴ്ച കൂടി ക്ലാസ് ഉണ്ടായാൽ മതിയായിരുന്നു. എടാ, എത്ര നേരം ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ആണ്. 5 രൂപ എന്നിട്ടല്ലേ? വെറുതെ ഒന്നല്ലല്ലോ, സമയം എടുക്കും. ആ ശാശ്വതേ, പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പിടിക്കാൻ ഐശ്വര്യമായിട്ട് കൊണ്ടു. ഇപ്പൊ എത്രയായി? ചേട്ടാ 35. ആയില്ലേ? ദിസ് ഈസ് ബിസിനസ്. ഇവനെന്താ മൂത്രമൊഴിച്ച് കിളിപോയോ? ചേട്ടാ 1 രൂപ കുറവുണ്ട്, നാളെ തന്നാ മതിയോ? ഓ, അതൊന്നും ഒരു കുഴപ്പമില്ല മോനെ. മോനെ എത്രയില്ല? 7B. അയ്യോ, 7B പഠിക്കുന്നില്ല. നോക്ക്, എല്ലാരോടും ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ഈ പരിപാടി എങ്ങാനും പുറത്തറിഞ്ഞാല് നെക്സൽ ആരാന്നറിയാലോ, വെടിവെച്ച് കളയും. ആലോചിച്ചിട്ട് എന്നെ വെടിയോ. എടാ ശഖതയൊന്ന് വേഗം വാ. ഉണ്ടോ? എടാ എന്താണ് നിനക്ക്? ഒന്ന് പൊയ്ക്കടാ കൊണ്ട്. എന്താടാ? പറയാം. 1 2 3 4 5 6 7 7 2 എടാ 7 എത്രയാടാ? അവന്റെ ഒരു ഇളി. എടാ അരുണേ, സുധീഷേ, എടാ 7 എത്രയാടാ? താളം പിടിച്ചോണ്ടിരിക്കാതെ പറയടാ. ഇവന്മാർക്ക് ആർക്കും അറിയാൻ മേല, ഇവരൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത്? 7 ലാഭം കിട്ടും. എടാ, മറ്റേതെന്താ മനസ്സിലായോ? ഏത്? നമ്മളിന്ന് രാവിലെ മൂത്രപ്പുരയിൽ വെച്ചാണ്ടാ മുത്തുൻ്റെ കയ്യിലെ ബുക്കും പിന്നെ ബീലെ ഷാദാക്ക ഉണ്ടായിരുന്നില്ലേ അത്. ആ ബുക്ക് എന്താണെന്നറിയോ? വല്ല ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കും? എടാ കിഴങ്ങത് ടെക്സ്റ്റ് നോട്ടൊന്നുമല്ല, പീസ് ബുക്കാണ്. പീസ് ബുക്ക്. പോടാ വാടാ, നജാസ് പറഞ്ഞല്ല.
അവൻ വായിച്ചാ? അവൻ വായിച്ച് അടിപൊളിയാണെന്നും പറഞ്ഞ് കളർ ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറയില്ല. ഇംഗ്ലീഷ് അല്ലേ, അപ്പൊ ഇങ്ങനെ മനസ്സിലാവും. ഫോട്ടോ കണ്ടാ പോരെ, എന്തിനാ മനസ്സിലാക്കണേ? മുട്ടൻ പീസ ഫുൾ നേക്കഡ്. നീ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ടാ? മുത്തുച്ചിപ്പി ഇംഗ്ലീഷൊന്നും വായിച്ചിട്ടില്ല. നമുക്കൊക്കെ എവിടെ നിന്നിട്ട് തന്നെയാടാ. ഞാൻ അതുപോലും വായിച്ചിട്ടില്ല. നമുക്കൊക്കെ ആരും ഉണ്ടെത്തരാൻ. നമുക്ക് അവനോടും ചോദിച്ചു നോക്കിയാലോ? ആളൊന്നിന് 5 രൂപയോ ഒടുക്കത്ത വാടകയാ. 5? Others, your answer is wrong. Answer is 255. സോറി ടീച്ചർ, അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാ. ശരി ശ്രദ്ധിച്ച് ചെയ്യട്ടാ. ആ